യേശുവിനോടൊപ്പമുള്ള യാത്ര. ദൈവീകമായ സ്നേഹം അനുദിന ജീവിതത്തിൽ. ധ്യാനത്തിനായുള്ള തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. അതിരുകളില്ലാത്ത ദൈവസ്നേഹം കർത്താവായ യേശു തൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. സ്വന്തം ജീവൻ നൽകി ക്രൂശിലൂടെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തി. ബദ്ധന്മാരെ വിടുവിച്ചും കുരുടന്മാർക്ക് കാഴ്ച നൽകിയും പീഡിതന്മാരെ വിടുവിച്ചും ബലഹീനരെ താങ്ങിയും രോഗികളെ സൗഖ്യമാക്കിയും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവസ്നേഹം എന്താണെന്ന് കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതം നയിക്കുന്നവരാണ്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്നതാണ് യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണം. കർത്താവായ യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. നാം യഥാർത്ഥമായി ക്രിസ്തു ശിഷ്യർ എന്ന് ലോകം മനസ്സിലാക്കുന്നത് നാം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ജീവിതം നയിക്കുമ്പോഴാണ്. പൗലോസ് നമ്മെ 1 കൊരിന്ത്യർ 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. സഹോദരപ്രീതിയിൽ അധിഷ്ഠിതമായ ദൈവസ്നേഹം നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവവചനം അനുസരിക്കുന്ന ജീവിതം നയിക്കുമ്പോഴാണ്. ദൈവത്തെ ഒന്നാമതായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്ന ജീവിതം നാം നയിക്കണം. രണ്ടാമതായി സഹോദരപ്രീതിയിൽ അന്യോന്യം സ്നേഹിക്കുന്ന ജീവിതം നയിക്കണം എന്നാണ് കർത്താവായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹം, ദീർഘക്ഷമ, ദയ, പരോപകാരം തുടങ്ങിയ ഫലം നമ്മിൽ നിന്നും പുറപ്പെടുന്നത് ദൈവാത്മാവിൻ്റെ സഹായത്താൽ മാത്രമാണ്. പരസ്പരം ഭാരങ്ങളെ ചുമന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും തികഞ്ഞ് വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച അളവില്ലാത്ത സ്നേഹത്തിനായി നന്ദി. ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ മാതൃകയ്ക്കായി നന്ദി. പരസ്പരം ഭാരങ്ങളെ ചുമക്കുവാനും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുവാനും സ്നേഹത്തിൽ അനുദിനം വളർന്നു വരുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ക്രൂശിലൂടെ ഞങ്ങളെ സ്നേഹിച്ച കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.